ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് പൊന്മുടിയാണ്. അപ്പോൾ പൊന്മുടിയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇവൻ പുറം കാഴ്ച കണ്ട് ആസ്വദിച്ചിരിക്കുകയല്ല, അവൻ്റെ കയ്യിലുള്ള മുറുക്ക് കഴിക്കാൻ പറ്റാതെ എൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. നമ്മളേതാണ്ട് രാവിലെ ഇറങ്ങണമെന്ന് പ്ലാൻ ഇട്ടതാണ്. പക്ഷേ ഇറങ്ങി ഉച്ചയായി. പിന്നെ ഉച്ചയ്ക്ക് വിതുരയിലൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. പൊന്മുടിയിൽ അങ്ങ് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിപ്പൊന്നും നടക്കൂല. അതുകൊണ്ട് ഊണിന് മാമ്പഴ പുളിശ്ശേരിയും വെച്ചൊരു പിടി, അതല്ലേ പിടി എന്നും പറഞ്ഞ് ചെറുക്കൻ ആ മാമനെ റെസ്റ്റ് കൊടുത്തില്ല. മാമ്പഴ പുളിശ്ശേരി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് വീണ്ടും പൊന്മുടിയിലേക്കുള്ള യാത്ര അതാ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഈ കാർ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽ കുവൈറ്റി അരുൺ ജോൺ അഖ ആടു തോമ, പിന്നെ നമ്മുടെ ആസ്ഥാന ഡ്രൈവർ ഗോകുലാറും. മഞ്ഞ് കണ്ട് തുടങ്ങി, അങ്ങ് ദൂരെ മഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നായി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശരിക്കും യാത്രയിലേക്ക് ഇന്നായത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ പൊന്മുടി എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പൊന്മുടിയിലെ കാഴ്ചകൾ കാണാം. ഇതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പൊന്മുടിയിൽ ഒരു 5-6 വട്ടമെങ്കിലും വന്നിട്ടുണ്ടാവും. ആ സെക്കൻഡ് ഇരിക്കുന്ന പോഞ്ഞിക്കാര, അവൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവൻ ചുമ്മാ ഇങ്ങനെ പറന്ന് നടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗായ്സ്, ഈ മഞ്ഞത്ത് നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അട്ടക്കാട്ടിൽ പോയില്ല. അട്ടക്കാട്ടിൽ പോകാൻ ഞാൻ നെഗറ്റീവായിരുന്നു. ഞാൻ പോയതുമില്ല, ഇവരെ പോകാൻ സമ്മതിച്ചതുമില്ല. അതെ, ഒരു പ്രത്യേക കാര്യം, ഈ വീഡിയോ എടുത്തത് 25 മെയ് 2026 ഇതിടാൻ കുറച്ച് വൈകിപ്പോയി. എങ്ങനെ ഇപ്പം ഇടുന്നേ ഉള്ളൂ, മുമ്പ് പോയതാ. അങ്ങനെ പൊന്മുടിയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിതാ തിരിച്ചു പോകാൻ ടൈമായിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ കയറി. ചായ അവിടെ നല്ല വ്യൂ ആയിരുന്നു. ആ ചായക്കടയിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഗൈസ്. അടുത്ത് പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.